നമസ്കാരം, ഞാൻ മായയാണേ. വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഞാനൊരു തേക്കടിക്കാരി. ഇന്ന് വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അധികം മൂക്കാത്ത നമ്മുടെ ഇവിടുന്ന് പറിച്ച വെണ്ടയ്ക്കയാണ്. ഇപ്പോൾ ലേഡീസ് ഫിംഗർ അല്ലേ, അപ്പോൾ അത് ഒരു കുറച്ച് നീളത്തിലിങ്ങനെ ചെരിച്ച് മുറിച്ചെടുക്കുക. കണ്ടോ, ഈ രീതിയിലാണ് അത് മുറിച്ചെടുക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് പുളി, വാളം പുളി ഒന്ന് കുതിർത്തെടുക്കാം. ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ആ വെണ്ടയ്ക്കയും ഒരു 2-3 പച്ചമുളക് കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി ഗുണങ്ങളടങ്ങിയ ഒരു പച്ചക്കറിയാണ് നമ്മുടെ ഈ വെണ്ടയ്ക്ക കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് അതിനെ നല്ല പോലെ ഒന്ന് വഴറ്റി ഒരു കളർ നല്ലപോലെ ബ്രൗൺ കളറാകണം, എന്നാലേ അത് പാകമായതുള്ളൂ. കണ്ടോ, നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇത്രയിട്ട് വീണ്ടും നന്നായിട്ട് നമുക്ക് അതിനെ വഴറ്റിയെടുക്കാം. നല്ലപോലെ മൂപ്പിക്കണം. ആ വെണ്ടയ്ക്ക നല്ലപോലെ ഒന്ന് വെന്ത് ഫ്രൈ ആയിട്ട് വരണം, എന്നാലേ കൂട്ടാനും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അരയ്ക്കാൻ വേണ്ടത് കുറച്ച് തേങ്ങ, ഒരിത്തിരി ജീരകം, മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരച്ച് ആ കറിയിലേക്ക് ഒഴിക്കാം. ആ അരപ്പിൻ്റെ അകത്തേക്ക് ആ പുളിവെള്ളം കൂടെ പിഴിഞ്ഞിട്ടാണ് ഒഴിച്ചത് കേട്ടോ. ആ പുളിവെള്ളം പിഴിഞ്ഞത് ഞാൻ കാണിക്കാൻ മറന്നു പോയതാണേ. ഇനി അതിലോട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് കൂട്ടാനങ്ങ് തയ്യാറാക്കിയെടുക്കാം. ഇത് ഒഴിച്ച് കറിയാണ്. ഇതിൻ്റെ പേര് വെണ്ടപ്പുളി എന്നാണ് കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക ആയതുകൊണ്ട് കുറച്ച് കുറുകും, അതുകൊണ്ട് വെള്ളം നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കൂട്ടാൻ ഒന്ന് തിള വരുന്നുണ്ട്. അപ്പം നമുക്ക് തീ അങ്ങ് ഓഫാക്കിയേക്കാം. തീ ഓഫാക്കിയിട്ട് കടുക് വറുത്തിടാം അല്ലേ. വെണ്ടയ്ക്കയിലുണ്ടല്ലോ ഒത്തിരി നാരുകൾ അടങ്ങിയിട്ടുണ്ട്. പിന്നെ വിറ്റാമിനായ A, B, C, E, K ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ധാതുക്കളായ കാൽസ്യവും ഇരുമ്പും മഗ്നീഷ്യവും പൊട്ടാസ്യം എന്ന് വേണ്ട സകലതും അടങ്ങിയിരിക്കുന്ന സാധനമാണ് ഈ വെണ്ടയ്ക്ക. പക്ഷെ ഇത് അധികം ആർക്കും ഇഷ്ടമില്ല. പൊതുവെ അതിൻ്റെ ഒരു വഴുവഴുപ്പുള്ളതുകൊണ്ട് പൊതുവെ കുട്ടികൾക്കായാലും കഴിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷേ ഏറ്റവും ഗുണങ്ങളുള്ള സാധനമാണ് വെണ്ടയ്ക്ക. ഇത് പതിവായിട്ട് കഴിച്ചാൽ കുടലിലെ ക്യാൻസർ കുറയും, ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിയും. കണ്ടോ, നമ്മുടെ കറി വെണ്ടപ്പുളി റെഡി ആയിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക സ്ഥിരമായിട്ട് കഴിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കും എന്നൊക്കെയാണ്, വിളർച്ച മാറ്റും എന്നൊക്കെയാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊരു 2 ചോട് വെണ്ടയുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അല്ലേ. ഇന്നത്തെ കറി വെണ്ടപ്പുളി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നില്ലേ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നത് മാത്രമല്ല സ്വാദിഷ്ടവുമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണം, കഴിക്കണം. ഈ വെണ്ടയുടെ ഗുണങ്ങൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. കാരണം മുട്ടുവേദനയായിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് ചെയ്തപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് നമ്മളുടെ മുട്ട് ചിരട്ട ഉള്ള ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ടൈറ്റ് ആകുന്നതുകൊണ്ടാണ് ഈ വേദന വരുന്നത്. അപ്പോൾ വെണ്ടയ്ക്ക സ്ഥിരമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത്. അതും പ്രകാരം ഞാനിപ്പോൾ ആഴ്ചയ്ക്ക് 2-3 പ്രാവശ്യമാണ് വെണ്ടയ്ക്ക തീയലായിട്ടും തോരനായിട്ടും പല രീതിയിലുണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം, വെണ്ടയ്ക്ക ധാരാളമായിട്ട് കഴിക്കണം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്